കേരളത്തിൽ നാളിതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഭാഗ്യവാനായ ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് എന്ന ചോദ്യത്തിന് നിസ്സംശയം നമുക്ക് ഉത്തരം പറയാൻ കഴിയും. അത് കെ മുരളീധരൻ തന്നെയാണ് എന്ന്. ഇതിനു മുൻപുണ്ടായിരുന്ന രണ്ടുപേരും അത്രത്തോളം ഭാഗ്യമുള്ള രണ്ട് മന്ത്രിമാരായിരുന്നില്ല. അതിനുള്ള കാരണങ്ങളുണ്ട്. 2016 ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് മന്ത്രി ആകുമ്പോൾ നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. 10 വർഷത്തിന് മുമ്പുള്ള സൗകര്യങ്ങളുമായി കേണുകൊണ്ടിരിക്കുന്ന, ഒരുപക്ഷെ വെന്റിലേറ്ററിൽ നിന്നും മോർച്ചറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ആരോഗ്യവകുപ്പിനെ എത്തിച്ചിട്ടാണ് അന്നത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന VS ശിവകുമാർ ആ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നത്. അതിനുശേഷം നമ്മളിലേക്ക് വന്നെത്തുന്ന 2 വർഷം തികയുമ്പോഴേക്കും നമ്മളുടെ ഇടയിലേക്ക് നിപ എന്ന് പറയുന്ന ഒരു വൈറസ് എത്തിക്കഴിഞ്ഞിരുന്നു. പിന്നീട് അതിൻ്റെ പിന്നാലെ ആയിരുന്നു ഓട്ടം ശൈലജ ടീച്ചർ. പിന്നീട് ഓടി ഒടുവിൽ എവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം എന്ന് കണ്ടെത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. എവിടെ നിന്നാണ് തുടക്കം, ഇത് എവിടെ നിന്നാണ് വ്യാപിക്കുന്നത്, മനുഷ്യൻ സമ്പർക്കത്തിലൂടെ ഇത് വ്യാപിക്കപ്പെടുമോ, അങ്ങനെ തുടങ്ങി നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ഏറ്റവും മോശപ്പെട്ട സംവിധാനത്തിൽ നിന്നും നമ്മുടെ ആരോഗ്യ മേഖലയിലേക്ക് വലിയൊരു സംവിധാനം, ചില പ്രോട്ടോക്കോളുകൾ കൊണ്ടുവരുന്നു, ചികിത്സാ രീതികൾ കൊണ്ടുവരുന്നു, ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ആരോഗ്യ മേഖലയെ കൈപിടിച്ചുയർത്തി ഇങ്ങനെ കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് കോവിഡ് എന്ന് പറയുന്ന ഒരു വലിയ മഹാമാരി ലോകത്തെമ്പാടും ആഞ്ഞടിച്ച കൂട്ടത്തിൽ നമ്മളുടെ ഇടയിലേക്ക് വന്നത്. അപ്പോഴും നമ്മൾ എന്ത് ചെയ്തു? അതിനെ പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അനുദിനം നമ്മുടെ ആരോഗ്യ മേഖല കാലഘട്ടത്തിനനുസരിച്ച് വികസിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ 2021 അടുത്ത സർക്കാർ അധികാരത്തിലേറുന്നു. വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായി മാറുകയും ചെയ്യുന്നു. തുടർന്ന് ഇങ്ങോട്ട് നോക്കിക്കോളൂ. ഇവിടെ നമ്മുടെ അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിന് വരെയുള്ള സംവിധാനങ്ങളോട് കൂടിയ ആശുപത്രികളാക്കി മാറ്റിയതിന് ശേഷമാണ് ഇവിടെ നിന്ന് ആരോഗ്യവകുപ്പിൽ നിന്നും വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി പടിയിറങ്ങി പോകുന്നത്. അപ്പോഴും നമ്മുടെ ആരോഗ്യ മേഖല താഴേക്കായിരുന്നില്ല, മേളിലേക്ക് തന്നെയാണ് വളർന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ മെഡിക്കൽ കോളേജിലേക്കും കാത്ത് ലാബ് സംവിധാനം വരെ എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇവിടെ ഡയാലിസിസ് യൂണിറ്റുകൾ കൂടുതലെത്തി. ഇതൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു 2016 വരെയുള്ളത് എന്ന് നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാം. അപ്പോഴാണ് അതിനിടയിലേക്ക് ഇനിയിപ്പോൾ, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും ഭാഗ്യം കെട്ട ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ ആ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പേര് കെ ശൈലജ എന്ന് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഏറ്റവും ഭാഗ്യം ചെന്ന അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യമുള്ള ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം കെ മുരളീധരൻ എന്ന് തന്നെയാണ്.